നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തര കൊറിയ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയും ദക്ഷിണ കൊറിയയും അടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായിട്ടാണ് ഉത്തര കൊറിയ രംഗത്ത് വന്നിരിക്കുന്നത്. തങ്ങളുടെ ഏതെങ്കിലും ഒരു ശത്രു ആണവായുധം ഉപയോഗിച്ച് തങ്ങളെ പ്രകോപിപ്പിച്ചാൽ ആണവ ആക്രമണം നടത്താൻ പോങ്യാങ് മടിക്കില്ലെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ പ്രസ്താവിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച സ്റ്റേറ്റ് മീഡിയയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് ഉത്തര കൊറിയൻ മിസൈൽ ബ്യൂറോയുടെ കീഴിലുള്ള സൈനികരുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് കിം ജോങ് ഉൻ ഇക്കാര്യം പറഞ്ഞതെന്ന് വാർത്താ ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നു. നിലവിൽ രാജ്യം മുന്നേറുന്നത് നിശ്ചയദാർഢ്യത്തോടെയുള്ള സൈനിക പ്രവർത്തനങ്ങളിലൂടെയാണ്. ആക്രമണാത്മക പ്രതിരോധ പ്രവർത്തനങ്ങളും ആണവതന്ത്രങ്ങളും DPRKയുടെ സിദ്ധാന്തങ്ങളും രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നു. ശത്രുക്കൾ ആണവായുധം ഉപയോഗിച്ച് പ്രകോപിപ്പിക്കുമ്പോൾ തിരിച്ചാക്രമിക്കുകയാണ് ശരിയായ രീതി. സൈനികരെ അഭിസംബോധന ചെയ്യവേ കിം ജോങ് ഉൻ പറഞ്ഞതായി KCNA റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. DPRK എന്നുള്ളത് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക നാമമായ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ ചുരുക്കെഴുത്താണ്. അമേരിക്കയുടെ ഭീഷണി വർദ്ധിച്ചു വരികയാണെന്നും അമേരിക്കൻ ശത്രുതയ്ക്കെതിരെ തങ്ങളുടെ ആണവ ശേഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും പുതിയ ICBM പരീക്ഷിച്ചതായി ഉത്തര കൊറിയ ചൊവ്വാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഉത്തര കൊറിയയ്ക്ക് നേരെ അമേരിക്കയിൽ നിന്നും അവരുടെ സഖ്യകക്ഷികളിൽ നിന്നും ഉയർന്ന ഭീഷണികളെയും ഉത്തര കൊറിയ അപലപിച്ചു. തിങ്കളാഴ്ച നടന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ വിക്ഷേപണം ഉത്തര കൊറിയൻ സൈന്യത്തിൻ്റെ കാര്യശേഷിയും ഉയർന്ന ആക്രമണശേഷിയും പ്രകടമാക്കിയെന്ന് കിം പറയുന്നുണ്ട്. ഉത്തര കൊറിയൻ സൈന്യത്തിൻ്റെ പോരാട്ടത്തിനായുള്ള കാര്യക്ഷമത കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഉത്തര കൊറിയയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തെ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ യോഗം അപലപിച്ചതിനെതിരെ കിമ്മിൻ്റെ സഹോദരി കിം യോ ജോങ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് രാജ്യത്തിന് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്ന് അവർ ഒരു പ്രത്യേക പ്രസ്താവനയിൽ വ്യക്തമാക്കി. കൊറിയൻ ഉപദ്വീപിൽ സൈനിക പ്രകോപനങ്ങളിലൂടെ പിരിമുറുക്കം സൃഷ്ടിക്കുന്ന US-ന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റവും പ്രവൃത്തിയും തുടർന്നു വരികയാണ്. ഇതിനെതിരെ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ നടപടിയെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു.